ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 4ാമത്തെ തിങ്കളാഴ്ച കൂടിയായി 26 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. വരുന്ന ബുധനാഴ്ച രാത്രിയോടെ ഈ സിനിമ ആമസോൺ പ്രൈം വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയുമാണ്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ 25 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 89 കോടി 45 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് 37 കോടി 70 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 127 കോടി 15 ലക്ഷം രൂപയാണ് 25 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. ഓവർസീസ് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 109 കോടി 50 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 236 കോടി 65 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ 4ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 26ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 89 കോടി 65 ലക്ഷം റേഞ്ചിലാണ് 26 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 237 കോടി റേഞ്ചിലുമാണ്. ജൂൺ 5 വെള്ളിയാഴ്ച കേരളത്തിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. നസ്രിൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, ജഗദീഷ്, റോഷൻ ഷാനവാസ്, അൽത്താഫ് സലീം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 10ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 9 കോടി 4 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 67 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 10 കോടി 71 ലക്ഷം രൂപയാണ്. 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 18 കോടി 10 ലക്ഷം റേഞ്ചിലുമാണ്. ഇനി ചിത്രത്തിന്റെ 11ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 20-22 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 9 കോടി 25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 18 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. മെയ് 28 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ 18ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 66 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 14 കോടി 97 ലക്ഷം രൂപയാണ് 18 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയത്. നിലവിൽ സൂര്യയുടെ കറുപ്പ് നേടിയെടുത്ത കേരള കളക്ഷൻ റെക്കോർഡ് ഇപ്പോൾ ബ്ലാസ്റ്റ് മറികടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ സിനിമ 18 ദിവസം കൊണ്ട് 28 കോടി 96 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8 കോടി 80, കർണാടകയിൽ 4 കോടി 93, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 21 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 57 കോടി 87 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് $1.51 മില്യൺ, അതായത് 14 കോടി 32 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 72 കോടി 19 ലക്ഷം രൂപയാണ്. ഇനി 3ാമത്തെ തിങ്കളാഴ്ച കൂടിയ 19ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 15 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ബ്ലാസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 19 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 74 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂൺ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ജയറാം നായകനായി പാണ്ഡ്യരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മിസ്കിൻ, ഉർവശി, യോഗി ബാബു, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം തമിഴ്നാട്ടിൽ 11 കോടി 38, കർണാടകയിൽ 1 കോടി 17, കേരളത്തിൽ 36 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5 ലക്ഷം എന്നിങ്ങനെ 12 കോടി 96 ലക്ഷം രൂപയാണ് 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 15 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 10 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 8 കോടി രൂപയ്ക്കാണ്. നിലവിൽ 16 കോടി രൂപയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഒബ്സഷൻ എന്ന ഹോളിവുഡ് സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 4 കോടി 4 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 73 കോടി 63 ലക്ഷം രൂപയും ഗ്രോസായി 89 കോടി 29 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 17 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി പ്രതീക്ഷിക്കുന്നത് 287.10 മില്യൺ ഡോളറാണ്, അതായത് 2717 കോടി ഇന്ത്യൻ രൂപ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമ 32ാം ദിവസം ഇന്നലെ ഞായറാഴ്ച 3 ലക്ഷം റേഞ്ചിൽ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 37 കോടി 70 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായി 70 കോടി പോസ്റ്റർ നേരത്തെ വന്നിരുന്നു. എന്നാൽ ട്രാക്കേഴ്സ് കണക്കിൽ 69 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.